അപ്പോൾ അതിന് ഫസ്റ്റ് ഞാനിതൊരു സർക്കിളിൻ്റെ ഉള്ളിലാണ് വരയ്ക്കുന്നത്. സർക്കിളിൻ്റെ ഉള്ളിൽ ഞാൻ മോസ്റ്റ് ഓഫ് ദ പിക്ചേഴ്സ് വരയ്ക്കുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ബ്രോഡ് സ്പേസസിലാകുമ്പോൾ ഐ ഹവ് സീൻ മോസ്റ്റ് ഓഫ് മൈ സ്റ്റുഡൻസിന് കുറച്ചൊരു മടി വരാൻ സാധ്യതയുണ്ടെന്നല്ല, ഐ ഹവ് സീൻ ദറ്റ് ഒരു ലേസിനെസ്, അത് ഫുൾ ചെയ്യേണ്ടതല്ല. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിലാവുമ്പോൾ ഒന്ന് നമുക്ക് കൺഫൈൻഡ് ആയിട്ടുള്ളൊരു, അതായത് ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്പേസ് കിട്ടും. ആ സ്പേസിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. രണ്ട്, ഒരുപാട് എലാബറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനും ഉണ്ടാവില്ല. സോ ഞാൻ എന്താ ഇങ്ങനൊരു സർക്കിൾ കോമ്പസ് കൊണ്ട് വരച്ചിട്ടുണ്ട്. യു ക്യാൻ യൂസ് എനിത്തിങ് ദാറ്റ് യു ഹാവ്. നിങ്ങൾ നമ്മുടെ കയ്യിലുള്ള ബേസിക് ആയിട്ടുള്ള എന്താണ് പ്ലേറ്റോ ക്യാപ്പോ എന്ന് വെച്ചിട്ടായാലും യു ക്യാൻ ഡ്രോ സിമ്പിൾ സർക്കിൾ. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ ഔട്ട്ലൈനാണ് വരയ്ക്കുന്നത്. ഔട്ട്ലൈനിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള HP പെൻസിൽ എടുത്തിട്ടുണ്ട്. HP പെൻസിൽ എടുത്തതിന് ശേഷം ഞാൻ എന്താ സെൻറ്ററിൽ, അതായത് ഓൾമോസ്റ്റ് സെൻറ്റർ, ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ ആണെങ്കിൽ ഇതിൻ്റെ കുറച്ച് താഴ്ന്ന് കേട്ടോ, കുറച്ച് താഴ്ന്ന് ഫസ്റ്റ് ഡിവിഷനൊക്കെ നമുക്ക് വരച്ച് വയ്ക്കാവേ. ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ്ലി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ബ്രിക്സ് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ താഴെ എല്ലാം ഏകദേശം ഒരേ സൈസായിരിക്കണേ, അല്ലെങ്കിൽ ഇത് തെറ്റാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ലൈൻസ് വരച്ചു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഇനി നമുക്കുള്ളത് ഇതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഓരോ ലൈൻസ്. ഇപ്പം ഞാൻ ഇതിനൊക്കെ HP പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഇതാ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാനതിനെ ഡിവൈഡ് ചെയ്തു. ഇനി അടുത്തത് നെക്സ്റ്റ് ലൈനിൽ ഇത് രണ്ടിൻ്റെയും നടുവിലാണ് വരയ്ക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബ്രിക്ക്, നമ്മൾ ഈ കല്ലിങ്ങനെ മുകളിലേക്ക് വെച്ച് കെട്ടുമ്പോൾ ഉള്ളൊരു ഫീല് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് വരിക. ഓരോ ലൈനിലും മുകളിലുള്ള 2 ലൈനിൻ്റെ നടുവിലാണ് ഞാൻ കൊടുക്കുക. കണ്ടോ, ഇവിടെ ആയിരിക്കും. ഇത്രയും നമ്മൾ ഫുള്ളായിട്ട്, ഇത്രയും ഭാഗം ഫുള്ളായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. സോറി, കുറച്ചൊരു വളവുണ്ടാവും. എം ജസ്റ്റ് റെക്കോർഡിങ് ഇട്ടിട്ടുണ്ട്. ബെഡിലിരുന്നിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എം ജസ്റ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഹൗസ് ടുഡേ. അപ്പം ഇവിടുത്തെ പ്ലേസസ് സ്റ്റിൽ സെറ്റിങ്. സോ ജസ്റ്റ് എക്സ്ക്യൂസ് ഇഫ് ദർ ഈസ് എനി ഇഷ്യൂസ് ഓർ സംതിങ്. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് നമ്മളൊരു നല്ല കട്ടിയുള്ളൊരു നല്ല വണ്ണമുള്ളൊരു ട്രീനാണ് വരയ്ക്കുന്നത്. സോ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ്, എന്നിട്ട് ഇതാ ഇങ്ങനെ മുകളിലേക്കൊരു ലൈൻ കൊടുത്തു. ഇനി ഇവിടെ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു V പോലെ ആക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ചാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നമ്മളിവിടെ കൊടുത്ത പോലെ നല്ല കേർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈൻ കൊടുക്കുക. അതിന്, അതായത് ഈ ഒരു മരത്തിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഒരു മരത്തിൻ്റെ 2 ബ്രാഞ്ചാണ് നമ്മൾ കാണുന്നത്, നല്ല കട്ടിയുള്ള ഒരു ബ്രാഞ്ച്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹെഡ് വരയ്ക്കണം. നമ്മളിവിടെ ഒരു പാണ്ടേനെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, പാൻഡ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് സർക്കിൾ മതി. ഞാൻ ഇങ്ങനെ ഒരു ഫേസിനുള്ള ഒരു ഹാഫ് സർക്കിൾ വരച്ചു. അപ്പോൾ ഇനി കുറച്ചും കൂടെ മുകളിലേക്കാക്കി വരയ്ക്കാം. ഒരു മിനിറ്റ്, അതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. അത് മെഷർ ഒന്ന് കറക്റ്റായില്ല. അതായത് ഹാഫല്ല നമുക്ക് വേണ്ടത്, മോർ ദാൻ ഹാഫ് ഇപ്പുറത്ത് വേണം കേട്ടോ. കണ്ടോ, ഇത്രയും വേണം. ഇത്രയും പുറത്താണ് എന്നിട്ട് ഞാനത് ഓക്കെ സെറ്റായി. ഇനി ഫസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഇയേഴ്സ് വരച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു 2 ഇയേഴ്സ് ഇങ്ങനെ മുകളിലേക്ക് ഒരു ഹാഫ് സർക്കിൾ പോലെ വരയ്ക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ
വീണ്ടും ഒരു ചെറിയ സർക്കിൾ കൂടെ വരച്ചു, ഹാഫ് സർക്കിൾ. സോ ഇയർ സെറ്റ്. ഇനി കണ്ണിന് നമുക്ക് ഫസ്റ്റ് നോസ് വരയ്ക്കാം. നോസിന് ഫസ്റ്റ് യു ഡ്രോ സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ താഴെ ഇങ്ങനത്തെ ഒരു ഹാഫ് സർക്കിൾ പോലെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക. സോ ഗെറ്റ് ആ ഒരു നോസ് കിട്ടി. നോസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ കണ്ണ് വരയ്ക്കുക. അപ്പോൾ നോസിൻ്റെ ഇവിടെ ഇങ്ങനെ ഓവൽ ഷേപ്പിലാണ് കണ്ണ് വരുന്നത്. രണ്ട് ഭാഗത്തും ഓവൽ ഷേപ്പിൽ കണ്ണ് വരണം. ആൻഡ് ഇവിടെ ഉള്ളിൽ ഇങ്ങനെയും അതിൻ്റെ താഴെ ഒരു ലെയറും കൂടെ വരയ്ക്കണം. നമ്മൾ സാധാരണ എപ്പോഴും കണ്ണ് വരയ്ക്കുമ്പോൾ 2 ലെയറാണ് വരയ്ക്കുക. നമ്മളിതൊരു 3 ലെയർ വരയ്ക്കുന്നുണ്ട്. അത്രയാണ് ഉള്ളത്. ഇനി ഇവിടെ നമ്മളൊരു അതിങ്ങനെ ഒരു കയ്യും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഓവൽ ഷേപ്പിൽ വയ്ക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ ഡ്രോയിങ് ഈസ് ഡൺ. ഇനി നമുക്കിതിൽ ഷെയ്ഡിങ് ആണ് ചെയ്യാനുള്ളത്. ഇനി ഷെയ്ഡിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ട്രീയിൽ നിന്നാണ്. ട്രീയിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4B, നമ്മുടെ പെൻസിൽ 4B എടുക്കുക. 4B അത്യാവശ്യം ഡാർക്കറാണ്. അതെടുത്തിട്ട് നന്നായി ഒന്ന് അതായത് മാക്സിമം നമുക്ക് എത്ര ഡാർക്ക്നെസ് കിട്ടും ആ ഡാർക്ക്നെസ് തന്നെ എടുത്തിട്ട് ഫുള്ളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഷെയ്ഡിങ് ആണ്. ഇതിപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിന് ഒരു റൂൾ ബുക്കൊന്നും ഇല്ല. നിങ്ങൾ 4B യൂസ് ചെയ്യണം, 6B യൂസ് ചെയ്യണം എന്നൊക്കെ. നമ്മുടെ ഐഡിയാസ് നമ്മൾ ഈ പ്രാക്ടീസസ് ചെയ്യുന്നത് നാളെ ഫേർദറായിട്ട് വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയണം ഇത്ര ഡാർക്ക്നെസ്സിന് ഐ ക്യാൻ യൂസ് ദിസ് ഈ ഒരു പെൻസിൽ. പിന്നെ ഇന്നൊരു കോമ്പിനേഷൻ ഓഫ് ഷെയ്ഡിങ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഐ ക്യാൻ യൂസ് ഈ ഒരു പെൻസിൽസ്. ഇപ്പോൾ 4B അത്യാവശ്യം നല്ല ഡാർക്കുള്ളൊരു പെൻസിൽ, ലൈക്ക് ബേസിക് ലെവലിൽ നല്ല ഡാർക്കുള്ളൊരു പെൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി സൈഡ്സ് നമുക്ക് നന്നായി ഒന്ന് ഡാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 8B യൂസ് ചെയ്യാം. 8B യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഏറ്റവും എൻ്റെ ഹാൻഡിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കണം. ഏറ്റവും അറ്റത്താണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഏറ്റവും അറ്റത്ത് പിടിച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒന്ന് പതുക്കെ മുകളിലേക്ക് കയറ്റി കൊടുക്കാം. പതുക്കെ ആ ഷെയ്ഡിങ് ഒന്ന് എല്ലാവിടെയും സ്മഡ്ജ് ആവാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്തിട്ട് ഈ 4ൻ്റെ കൂടെ ഒന്ന് സ്മഡ്ജാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു ഡാർക്ക് ടോൺ കൊടുത്തു. ഇതേപോലെ ഈ സൈഡിൽ ഞാൻ കൊടുക്കുകയാണ്. ഈ അറ്റത്ത് കൊടുത്തപ്പോൾ ഞാൻ ഡാർക്കായി യൂസ് ചെയ്ത് അതുപോലെ ഷെയ്ഡിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഞാൻ ലൈറ്റായിട്ടുള്ള പ്രഷറാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു മരത്തിന് ഒരിത് കിട്ടി. ഇനി നമുക്ക് അതിൽ നിന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഈ ബ്ലെൻഡിങ് ബ്രഷ് എന്നിട്ട് ഞാൻ അതിനകത്ത് നന്നായി ഒന്ന് ഇങ്ങനെ 4ഉം 8ഉം കൂടെ ചേർന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? നല്ലൊരു ഡാർക്കർ ഒരു ട്രീയുടെ ടോണ് നമുക്ക് കിട്ടി. നമ്മൾ ഈ പാൻഡയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പാൻഡയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഞാൻ 6B എടുക്കുന്നത് അല്ല, എനിക്ക് 8B തന്നെ കേട്ടോ. കാരണം പാൻഡയ്ക്ക് ഒരു നല്ലൊരു ഡാർക്കർ ലുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ 8B എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നന്നായി ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെവിയുടെ ഭാഗം കൊടുത്തു. ഇനി ഇതേപോലെ കണ്ണ് നമുക്ക് ലാസ്റ്റാണ് വേണ്ടത്.
എപ്പോഴും ഐസ് നമ്മളൊരു പിക്ചറിൻ്റെ ലാസ്റ്റാണ് ചെയ്യുക കേട്ടോ. ഇതിപ്പോഴേ ശീലിച്ച് കഴിഞ്ഞാൽ ഫർദർ പെയിൻറ്റിങ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊന്ന് കൈ രണ്ട് നമ്മളിങ്ങനെ ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഇതിനൊന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കട്ടെ, ഇവിടെ നിന്ന് വരുന്നത് പോലെയായിട്ട്. ഇനി മൂക്കാണ്. മൂക്ക് സോറി ഗൈസ്, കണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ 4B തന്നെ എടുത്തിട്ട് ഇതിന് ഒരു ലെയറും കൂടെ ഇവിടെ കൊടുക്കുകയാണ്, ഈ പാൻഡയുടെ ഹെഡിൽ കേട്ടോ. ഈ ഹെഡിൻ്റെ ഈ ഒരു ഭാഗം എന്നിട്ട് വളരെ ലൈറ്റായിട്ട് അതിന് ഒരു ലെയർ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി ഞാൻ ബ്രഷ് എടുത്തിട്ട് അതിനെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ആസ് ഒരു ഷാഡോയി ഫീല് പാൻഡയ്ക്ക് വരാൻ വേണ്ടി കണ്ടോ. ഇനി ഞാൻ എൻ്റെ 10B എടുത്തു. 10B എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ബോർഡർ മാത്രം ഒന്ന് ഡാർക്കായി കിട്ടണം, ഈ ഒരു ഷാഡോൻ്റെ. അത് വളരെ ലൈറ്റായിട്ടോ ഞാൻ കണ്ടില്ലേ. നമുക്ക് ഒരു പാൻഡയുടെ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് ചെയ്യണം. കണ്ണ് ചെയ്യുമ്പോൾ പാൻഡയുടെ ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു സർക്കിൾ കൊടുക്കുക, ഒരു ചെറിയൊരു സർക്കിൾ കൊടുക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ ചുറ്റും വേണം നമുക്ക് അതൊരു കണ്ണ് എന്നുള്ള കാഴ്ചയുടെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയൊരു സർക്കിൾ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ റെസ്റ്റ് ഓഫ് കണ്ടോ, ഒരു ബ്യൂട്ടിഫുൾ ഒരു ഐസ് എന്നുള്ള ഫീല് വരാനാണ്. ആദ്യം ഉള്ളിൽ കുഞ്ഞൊരു ഒരു സർക്കിൾ കൊടുക്കുക. എന്നിട്ട് അതിന് കളർ ചെയ്യാതിരിക്കുക. കളർ ചെയ്യാതിരുന്നിട്ട് അതിൻ്റെ ചുറ്റും ഉള്ളിൽ കൊടുക്കുക. അത് നമ്മൾ ഫസ്റ്റ് ലെയറിൽ, നമുക്ക് 3 ലെയറിൽ ഇതിൽ ഫസ്റ്റ് ലെയറിലാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയറിൽ, ഇടയിലെ ലെയർ നമ്മൾ വൈറ്റായിട്ട് തന്നെ വിടും. എന്നിട്ട് മൂന്നാമത്തെ ലെയറിൽ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ പാൻഡയുടെ കണ്ണായില്ലേ. സോ ദിസ് ഇസ് വിത്ത് പാൻഡയുടെ ഷെയ്ഡിങ്. ഇനി നമുക്ക് വാളിലേക്ക് പോകാം. വാളിന് ഞാൻ ബേസിക്കായിട്ട് എടുക്കുന്ന HB ആണ് കേട്ടോ. HB എടുത്തതിന് ശേഷം ഇതാ ലൈറ്റായിട്ട് ത്രൂ ഔട്ട് വാളിന് ഞാൻ കൊടുക്കുക. ഇവിടെ നമുക്ക് കുഴപ്പമില്ല, പാൻഡയ്ക്ക് ഓൾറെഡി നമ്മൾ ആ ഒരു ഷെയ്ഡിങ് കൊടുത്തത് കൊണ്ട് നമുക്കത് പാൻഡയുടെ മുകളിലോട്ടാവൂ എന്നുള്ളൊരു ഡൗട്ടൊന്നും നമുക്ക് വരില്ല. ഈ ഒരു ലെയർ ഫുൾ നമ്മൾ ഷെയ്ഡ് നമ്മുടെ HB വെച്ചിട്ട് കൊടുത്തിട്ടുള്ള പോർഷൻസാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ 10B എടുത്തു. 10B എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒരു കല്ലിനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. കണ്ടോ. ഇനി അപ്പോൾ ഇവിടെ ഇങ്ങനെ റൗണ്ടഡ് ആക്കുക.
അത് ആ ട്രയാങ്കിളിനുള്ളിൽ മൊത്തം ഫിറ്റ് ആവുന്നൊരു ഇത്. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ ബാക്കിയുള്ള സ്പേസിലൊക്കെ നല്ല ഡാർക്ക് ബ്ലാക്ക് കൊടുക്കും. അത് ഞാൻ വരയ്ക്കുകയാണ്. വരച്ചിട്ട് I'll just show you how എന്നുള്ളത്. കണ്ടോ? ഫസ്റ്റ് ലെവൽ ഓഫ് ആ ഒരു കല്ല് ഇസ് ഡൺ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വരയ്ക്കാം. വേണ്ട, ഇനി ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് എപ്പോഴും 2 കല്ല് വെച്ചിട്ട് നമ്മൾ വോളൊക്കെ കെട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ സിമെൻറ്റ് ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ഒരു ഡാർക്ക് തിങ് ആ സിമെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണെന്ന് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോഴാണ് ആ നല്ലൊരു കല്ലിൻ്റെ ഫീല് വരിക. സോ നൗ ഐ എം ഗോണ ഡു അടുത്ത ലെയർ. ഞാൻ ഇനി എല്ലാ ലെയറും വരച്ചിട്ട് ലാസ്റ്റ് ആയിരിക്കും കേട്ടോ ഫില്ലിങ് കൊടുക്കുക. അത് ഇത്രയും ഡാർക്ക് വരാനാണ് ഞാൻ 10 യൂസ് ചെയ്യുന്നത്. 10 യൂസ് ചെയ്താൽ നമുക്ക് അതായത് എക്സ്ട്രീം ലൈറ്റും എക്സ്ട്രീം ഡാർക്കുമാണ് നമ്മൾ ഒന്നിച്ച് കൊടുത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് HBയും ഔട്ടറിൽ 10Bയുമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഫുൾ കല്ലുകൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിനി സിമെൻ്റ് ഇടാം. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ 10B വെച്ച് ഞാനതിനൊന്ന് ഫില്ല് ചെയ്യാണ്.
നമ്മളിപ്പോൾ സ്റ്റോൺസ് ഏകദേശം ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ റൗണ്ടിനൊന്നുകൂടെ ഒരു ഞാൻ വളരെ ലൈറ്റായിട്ടാണ് അതിനൊന്ന് ഔട്ട്ലൈൻ കൊടുക്കണേ. കണ്ടോ, ഈ ഒരു ഫുൾ സർക്കിളിനില്ലേ ഇവിടേക്കൊന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ, സോ ദിസ് ഇസ് ടുഡേയ്സ് പെയിൻറ്റിങ്. ഒരു ക്യൂട്ടാണ്, പക്ഷേ സിമ്പിളാണ്, ആൻഡ് ഇറ്റ്സ് വെരി നൈസ് ടു സീ ഓൾസോ.